ഞാൻ സിന്ധു ആത്മജൻ. ഞാനിന്ന് 5th സ്റ്റാൻഡേർഡിലെ ബുക്കാണ് എടുക്കുന്നത്. അതിൽ ഇക്കായി 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 1 2-3 ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ആ യൂണിറ്റ് 1ൻ്റെ പേരാണ് ദുലാരെ പൽ. ദുലാരെ പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ, അതാണ് ദുലാരെ പൽ. ലവ്ലി മൂമെൻറ്റ്സ്. ആ ലവ്ലി മൂമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ചാപ്റ്റർ വരുന്നത് ധൂപ് ആഗയി. എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ലയാണ്. ധൂപ് ആഗയി. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാം. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. ധൂപ് ആഗയി. ആഗയി എന്ന് പറഞ്ഞാൽ വന്നു, വെയിൽ വന്നു. അതാണ് ഒന്നാമത്തെ പോയാണ് ഒന്നാമത്തെ. धूप आ गई सुबह सुबह की, कलियाँ प्यारी प्यारी महकीम, कलियाँ क्यारी क्यारी महकीम, कलियाँ इतनी सारी महकीम. ധൂപ് ആ ഗയി സുബഹ സുബഹി. രാവിലെ ആയപ്പോൾ തന്നെ ആര് വന്നു? വെയിൽ വന്നു. പ്രഭാതമായപ്പോൾ തന്നെ വെയിൽ വന്നു. കലിയാം പ്യാരി പ്യാരി മഹക്കീം. പൂമൊട്ടുകൾ, മനോഹരമായ പൂമൊട്ടുകൾ എന്ത് തരാൻ തുടങ്ങി? സുഗന്ധം പരത്താൻ തുടങ്ങി. ആ പൂക്കളിൽ നിന്നൊക്കെ, പൂമൊട്ടുകളിൽ നിന്നൊക്കെ സുഗന്ധം പരന്നു തുടങ്ങി. കലിയാം ക്യാരി ക്യാരി മഹക്കീം. ആ പൂമൊട്ടുകളുടെ ഓരോ പൂത്തടങ്ങളും, ഓരോ ചെടികൾക്കും തടം ഉണ്ടാവും അല്ലേ? ആ ചെടി നട്ടതിന് ചുറ്റുമുള്ള ഭാഗത്തെയാണ് തടം എന്ന് പറയുക. ആ തടങ്ങൾ, അവിടെ ഫുള്ള് ആ ചെടികൾ നട്ട സ്ഥലം മുഴുവൻ സുഗന്ധം പരന്നു തുടങ്ങി. കലിയാം ഇത്തിനി സാരി മഹക്കീം. പൂക്കൾ എന്താണ്? ഒരുപാട്, സോമെനി. ഇത്തിനി സാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സുഗന്ധം പരത്താൻ തുടങ്ങി. പൂക്കളിൽ നിന്ന് നല്ല മണം വരാൻ തുടങ്ങി. അപ്പം പ്രഭാതമായി, പൂക്കളിൽ നിന്ന് സുഗന്ധം പരക്കാൻ തുടങ്ങി. അത് എവിടെയാണ്? എല്ലായിടത്തും. ആ പൂത്തടങ്ങളിൽ മുഴുവൻ, പൂക്കളുടെ ആ എല്ലാ ഭാഗത്തും, ആ ഗാർഡൻ മുഴുവൻ സുഗന്ധം പരക്കാൻ തുടങ്ങി. ഇനി നമുക്കിതിനകത്തെ ആ വേർഡ്സുകളുടെ മീനിങ്സ് നോക്കാം, അർത്ഥം നോക്കാം. ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ, സൺഷൈൻ. ആ ഗയി എന്ന് പറഞ്ഞാൽ വന്നു. സുബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർണിംഗ്, രാവിലെ, പ്രഭാതം. കലിയാം ആരാണ്? പൂമൊട്ടുകൾ, ബഡ്സ്, പൂവിൻ്റെ മൊട്ടുകൾ. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ, ലൗലി. മഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം പരത്തുക, മണം പരത്തുക. കലിയാം മൊട്ടുകൾ. ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂത്തടം, പൂക്കളുടെ തടം. ഓരോ പൂവിനും ഓരോ തടം ഉണ്ടാവും. അതിന് ചുറ്റിനുള്ള നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ഥലം ഉണ്ടാവും. അതിനാണ് പൂത്തടം എന്ന് പറയുക. ക്യാരി എന്ന് പറഞ്ഞാൽ ഓരോ പൂത്തടവും. മഹക്കി എന്ന് പറഞ്ഞാൽ പരത്തി, സുഗന്ധം പരത്ത് തന്നെ. കലിയാം പൂമൊട്ടുകൾ. ഇത്തിനി സാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പൂക്കൾ സുഗന്ധം പരത്തുന്നുണ്ട്. അടുത്ത സ്റ്റാൻസ നോക്കൂ. ഹവാ ബഹ് രഹി ठंडी ठंडी, घूम रही वो बहकी बहकी, उड़ती उड़ती आई चिड़ियाँ, फुदक फुदक कर वे भी चहकी. ഹവാ ബഹ് രഹി ठंडी ठंडी. ഹവ ആരാണ്? കാറ്റ്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. ബഹ് രഹി ठंडी ठंडी. വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട്. എങ്ങനത്തെ കാറ്റാണ് വീശുന്നത്? ठंडी, തണുത്ത കാറ്റ്. തണുത്ത നല്ല കോൾഡുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഘൂം രഹി വോ ബഹ്കി ബഹ്കി. ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത്? കാറ്റ്. ഘൂം രഹി എന്ന് പറഞ്ഞാൽ വീശിക്കൊണ്ടിരിക്കുക, ചുറ്റിക്കൊണ്ടിരിക്കുക.
ചുറ്റി അടിച്ചുകൊണ്ടിരിക്കുക. വഹ് എന്ന് പറഞ്ഞാൽ അത്, ദാറ്റ്. ബഹ്ക്കി ബഹ്ക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? വീശിക്കൊണ്ടിരുന്നു. ഉടുത്തി ഉടുത്തി ആയിം ചിരിയാം. അപ്പോഴാണ് ആര് വരുന്നത്? രാവിലെ ആകുമ്പോൾ എന്തൊക്കെയാണ് വരിക എന്നാണ് പറയുന്നത് കേട്ടോ. ഉടുത്തി ഉടുത്തി ആയി ചിരിയാം, പറന്ന് പറന്ന് വരുന്നു ആര്? പക്ഷികൾ. ചിടിയാം എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ബേർഡ്സ്. ചിടിയ എന്ന് പറഞ്ഞാൽ ബേർഡ്, ചിടിയാം പക്ഷികൾ, ബേർഡ്സ്. ഫുദക് ഫുദക്കർ വേഭി ചഹ്കീം. ചാടി ചാടി വളരെയധികം സന്തോഷത്തോടു കൂടി ചിലച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഫുദക് ഫുദക് എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടി ചാടി വരിക. വേഭി എന്ന് പറഞ്ഞാൽ അവരും. ചഹക്കീം ചിലച്ചുകൊണ്ട്. എന്താണ്? ചിലച്ചുകൊണ്ട് വരുന്നുണ്ട്. മീനിങ്സ് നോക്കാം. ഹവ. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, വിൻഡ്. ബഹ്രഹി എന്ന് പറഞ്ഞാൽ എന്താണ്? വീശിക്കൊണ്ടിരുന്നു, ബ്ലോയിങ്. ഠണ്ടി എന്ന് പറഞ്ഞാൽ തണുത്ത, നല്ല തണുപ്പുള്ള. ഠണ്ടി ഠണ്ടി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള. ഗോംരഹി എന്ന് പറഞ്ഞാൽ ചുറ്റി അടിക്കുക. ചുറ്റുപാടും എല്ലാ സ്ഥലത്തും വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാറ്റ്. വോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്, ദാറ്റ്. ബഹക്കി ബഹക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തിക്കളിച്ചുകൊണ്ട്. കാറ്റ് വീശുമ്പോൾ എങ്ങനെയാണ്? എല്ലാ ചെടികളും മരങ്ങളുടെ ഇലകളും എല്ലാം ഇങ്ങനെ ആടി ഉലയും അല്ലേ? അതിനെയാണ് തത്തിക്കളിച്ചുകൊണ്ട്. ആ കാറ്റിങ്ങനെ ചെല്ലുമ്പോഴാണ് അത് ആടിക്കളിക്കുന്നത്. ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്ന് പറന്ന്. ഉടുത്തി ഉടുത്തി പറന്ന് പറന്ന്, ഫ്ലൈയിങ് ആയി. പറന്ന് പറന്ന് ആരാ വന്നത്? ചിടിയാം, ബേർഡ്സ്. ഫുദക് ഫുദക്. ഫുദക് എന്ന് പറഞ്ഞാൽ എന്താ? ചാടുക. ഫുദക് ഫുദക് എന്ന് പറഞ്ഞാൽ ചാടി ചാടിയിട്ട്, ചാടി ചാടിക്കൊണ്ട് ആരാ വരുന്നത്? വേഭി അവരും. ആരാണ് അവരും? പക്ഷികളും. ചഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? ചിലയ്ക്കുക. പക്ഷികളുടെ ചിലയ്ക്കലിനെയാണ് പറയുക ചഹക്കന. അപ്പോൾ ഇവിടെ രണ്ട് പ്ലൂരൽ, സിംഗുലറും പ്ലൂരലും കൊടുത്തിട്ടുണ്ട്. അത് ഏതിൻ്റെയൊക്കെയാണെന്നറിയോ? വഹ് എന്നുള്ളതിൻ്റെ, വഹ് വഹ് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് വേ. വഹ് എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് വേ. വഹ് അവൻ, വേ അവർ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. വഹ് എന്ന് പറഞ്ഞാൽ അത്, അവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ്. വേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം വരുന്നത്. പിന്നെ അതുപോലെ ചിടിയാം. ചിടിയ. ചിടിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ചിടിയാം. ചിടിയ. ചിടിയ എന്ന് പറഞ്ഞാൽ ബേർഡ്സ്, ബേർഡ്. ചിടിയ എന്ന് പറഞ്ഞാൽ ബേർഡ്, ചിടിയാം ബേർഡ്സ്. ചിടിയ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ചിടിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെല്ലാവരും. എല്ലാവരും ഒരുമിച്ച് ഒന്ന് വായിച്ചു നോക്കുക. നമുക്കൊന്നും കൂടെ ഒന്നെല്ലാം ഒരുമിച്ചൊന്ന് വായിച്ചു നോക്കാം. ധൂപ് ആഗയി എഴുതിയിരിക്കുന്നത് പ്രയാഗ് ശുക്ല. ധൂപ് ആഗയി സുബഹ് സുബഹ് കി, കലിയാം പ്യാരി പ്യാരി മഹക്കീം, കലിയാം ക്യാരി ക്യാരി മഹക്കീം, കലിയാം ഇത്നി സാരി മഹക്കീം, हवा बह रही ठंडी ठंडी, घूम रही वो बहकी बहकी, उड़ती उड़ती आईं चिड़ियाँ, फुदक फुदक कर वे भी ചഹക്കി. ഒരു കാര്യം കൂടി പറയട്ടെ. വഹ് എന്നുള്ളത്, വഹ് എന്നല്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, എപ്പോഴും ഉച്ചരിക്കുന്നത് വോ എന്നാണ് ഉച്ചരിക്കുക. വഹ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വഹ് എന്ന് പറയാം. പക്ഷേ എപ്പോഴും നമ്മൾ ഇനി അങ്ങോട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോഴൊക്കെ വോ എന്നാണ് പറയേണ്ടത്, വഹ് എന്നല്ല വോ. അടുത്തത് ഇതിനകത്ത് കാണിക്കുന്നത് രംഗ് പരേ. നിങ്ങൾ രംഗ് പരേ എന്ന് പറഞ്ഞാൽ എന്താണ്? കളറടിക്കുക. നിങ്ങൾ കളറടിക്കാറുണ്ടല്ലോ അല്ലേ? ഇഷ്ടം പോലെ കളറടിക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരല്ലേ? കലീഹെ. ഇതെന്താ ഒന്നാമത് കൊടുത്തേക്കുന്നത്? പൂമൊട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്കതിനെ പൂമൊട്ടിന് ഇഷ്ടമുള്ള കളറ് ഉള്ള പൂവിൻ്റെ മുട്ടിനെ കളറടിക്കാം. പിന്നെന്താണ് യഹ് ചിടിയാ ഹേ, ഇത്. യഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്, ദിസ് ഈസ് ബേർഡ് എന്ന് പറയാറില്ലേ, അതാണ് യഹ് ചിടിയാ ഹേ. യഹ് എന്ന് പറഞ്ഞാൽ ദിസ്. ചിടിയ എന്താണ്? ബേർഡിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഇനി അവിടെ കുറേ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയത്? ലാൽ, താഴെ ആ ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം എന്താണത്? റെഡ് കളർ. ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്. ഹര എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്രീൻ. കാല ബ്ലാക്ക്. നീല എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെയാണ് നീല എന്ന് പറഞ്ഞാൽ അപ്പോൾ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്? ബ്ലൂ കളർ, നീല കളറിനെയാണ് നീല എന്ന് പറയുന്നത്. ഈ കളേഴ്സ് എല്ലാം കൂട്ടുകാർ പഠിച്ചു വയ്ക്കണം, മക്കൾ പഠിച്ചു വയ്ക്കണം. ലാൽ, ഹര, കാല, നീല. പിന്നെ എന്താണ് പറയുന്നത്? ശബ്ദ പഹചാനേം കവിതാമേം രേഖാങ്കിത കരയും. വാക്കുകളൊക്കെ തിരിച്ചറിയാം. കവിതയിലെ വേർഡുകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക, വരച്ച് കാണിക്കുക. കലിയാം ഉണ്ടല്ലേ, കലിയാം. അതുപോലെ ക്യാരി, ഹവ, ചിരിയാം, ധൂബുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. കലിയാം എന്ന് പറഞ്ഞാൽ പൂമൊട്ടുകൾ, ബഡ്സ്. കലി എന്നാണ് അതിൻ്റെ ഏകവചനം കേട്ടോ. സിംഗുലർ പറയുകയാണെങ്കിൽ കലി എന്നുള്ളതിൻ്റെ പ്ലൂരലാണ് കലിയാം. ക്യാരിയാം. ഹവ കാറ്റ്. ചിരിയാം, ധൂപ്. ഇത്രയുമാണ് ഇതിനകത്തുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററാണ്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇത് എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഓക്കെ, ധന്യവാദം.